ഇവിടുത്തെ എൻട്രി ടൈമിംഗ് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. 5:00-ക്ക് ശേഷം കൂടെ ആരെയും കയറ്റി വിടുന്നതല്ല. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഈ സ്ഥലം ചില സമയങ്ങളിൽ ക്ലോസ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നമ്പർ ഞാനിവിടെ താഴെ രേഖപ്പെടുത്താം. ആ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും നല്ല പ്ലേസുകളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം. ഇവിടെ 1-2 കടകൾ താഴെയുണ്ട്. അത് കൂടാതെ തന്നെ മുകളിലേക്ക് ചെന്നാലും 3 കടകൾ മുകളിലുമുണ്ട്. ഇത് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ പ്ലേസിനോട് അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എൻട്രി ഫീസും വരുന്നുണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് വരുന്ന ഫീസ്. സീനിയർ സിറ്റിസന് 10 രൂപയും. കാറ്, ജീപ്പ്, പാർക്കിംഗ് 26 രൂപയും. നമ്മൾ ജീപ്പ് സഫാരിയാണ് എടുത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൂടി 39 രൂപയാണ് ഒരാൾക്ക് വരുന്ന ഫീസ്. നല്ല അടിപൊളി കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ മൊത്തം കോടം മൂടി നിൽക്കുകയാണ്. നമ്മുടെ വണ്ടികളൊന്നും മുകളിലേക്ക് കയറ്റി വിടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാം. ഓൾമോസ്റ്റ് 2 കിലോമീറ്ററാണ് മുകളിലേക്ക് എത്താനെടുക്കുന്ന ദൂരം. നമുക്ക് അത്യാവശ്യം വേണ്ട സ്നാക്സ്, ചായ, കോഫി എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരു 2-3 പേര് അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. പക്ഷേ നിഴല് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തടുത്ത് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ 8154. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഡെസ്റ്റിനേഷനിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇങ്ങോട്ട് എത്തിച്ചേരേണ്ട തൊടുപുഴയിൽ നിന്ന് 21 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. അതുപോലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് 32 കിലോമീറ്റർ. തൊടുപുഴയിൽ നിന്നാണ് വരുന്നതെങ്കിൽ മുട്ടം മേലുകാവ് വഴി വരുന്നതാണ് വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കാഞ്ഞാറ് സൈഡിൽ നിന്ന് വന്നാൽ മൂലമറ്റം ഇടുക്കി റൂട്ട് കയറി വന്നാലും ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുമ്പോൾ മൂന്നിലവ് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് ഇങ്ങോട്ട് നമുക്ക് കയറി വരേണ്ടത്. പിന്നെ മൂന്നിലവ് കയറിയിട്ട് മേച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നേച്ച് അവിടുന്ന് റൈറ്റ് ടേൺ എടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറി വരേണ്ടത്. നല്ല പോലെ തന്നെ കോടമഞ്ഞും അതുപോലെ തന്നെ മഴയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് എത്താനായിട്ട് ട്രൈ ചെയ്യുക. പോകുന്ന വഴിക്കുള്ള മഞ്ഞാണ് ഈ കാണുന്നത്, കോടമഞ്ഞ്. എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ശ്രീകാന്ത് എന്നാണ് എൻ്റെ പേര്. വ്യൂ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. യാതൊരു രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടുന്നില്ല. മൊത്തം മഞ്ഞ് മാത്രമേ ഉള്ളൂ. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യൂസ് കിട്ടുമോ എന്ന്. കാരണം ഈ കോടമഞ്ഞ് പോകണമെങ്കിൽ ചെറുതായിട്ട് രീതിയിലെങ്കിലും വെയിൽ തെളിഞ്ഞാൽ മാത്രമാണ് ഈ കോട മാറത്തുള്ളൂ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങിങ്ങായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കുക. കാരണം നല്ല പോലെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഇല്ലിക്കൽ കല്ല്. ഇവിടെ മഴയത്തും വെയിലത്തൊക്കെ കയറിയിരിക്കാനായിട്ട് ചെറിയ രീതിയിൽ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇടി വെട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ ഈ സ്റ്റീലിൻ്റെയാണ് ഈ ബാരിക്കേഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റീലിൻ്റെ ബാരിക്കേഡിൽ ടച്ച് ചെയ്ത് നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴും ബാരിക്കേഡ് കൊടുത്തിരിക്കുന്ന സ്റ്റീലിൻ്റെയാണ്. ഒരു കാരണവശാലും ഇടിവെട്ട് ഏൽക്കുന്ന സമയത്ത് ആ സ്റ്റീലിൻ്റെ ആ ഭാഗത്ത് യാതൊരു രീതിയിലും ടച്ച് ചെയ്യാണ്ടിരിക്കുക. സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. മാലിന്യങ്ങൾ ഒരു കാരണവശാലും മതിലില്ലായിട്ട് വലിച്ചെറിയരുത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് ഇവിടെ കൂടകൾ കൃത്യമായിട്ട് ഗാർബേജ് ബാഗുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗാർബേജ് ബോക്സുകൾ ഉണ്ട്. അതിനകത്ത് തന്നെ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്ലാസ്റ്റിക് ഒരു കാരണവശാലും കൊണ്ടുവന്ന് വലിച്ചെറിയരുത്. അങ്ങിങ്ങായിട്ട് നല്ല അടിപൊളി സ്റ്റീലിൻ്റെ ഇരിപ്പിടങ്ങൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു കാലാവസ്ഥ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത്. അത് ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞതാണ്, എങ്കിൽ പോലും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇടിമിന്നലോ അതുപോലെ തന്നെ മഴ അതിശക്തമാവുകയോ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഈ ഫെൻസിൽ പിടിച്ചോ അല്ലെങ്കിൽ ആ കൈവരിയിൽ പിടിച്ചോ ഒരിക്കലും നിൽക്കരുത്. കാരണം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇടിമിന്നൽ. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ പോലും 2 പേർക്ക് ഇവിടെ ഇടിമിന്നൽ ഏറ്റതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സേഫ്റ്റി മാക്സിമം നോക്കുക. ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നല്ല കോടമഞ്ഞാണ്. ശരിക്കും ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് കാണാനേ ഇല്ല. ഇപ്പോൾ ചെറിയ രീതിയിൽ കോടമഞ്ഞ് മാറി ഇല്ലിക്കൽ കല്ല് നമുക്ക് ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ 3 പാറക്കൂട്ടങ്ങൾ കൂടിയതാണ് ഈ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത്. ഇത് സീ ലെവലിൽ നിന്ന് ഏകദേശം 3500 അടി ഹൈറ്റിലാണ് ഈ ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. 3 പാറക്കൂട്ടങ്ങൾ കൂടി ചേർന്നതാണ് നമ്മുടെ ഈ ഇല്ലിക്കൽ കല്ല്. പിന്നെ വേറൊരു കാര്യം, മീനച്ചൽ ആറ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്.
കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഇല്ലിക്കൽ കല്ല് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാണാവുന്ന ആ രൂപത്തിലേക്ക് വന്നത്. ഇപ്പോഴാണ് ശരിക്കും കോടമഞ്ഞൊന്ന് പതുക്കെ മാറി തുടങ്ങിയത് തന്നെ. ഒരുപാട് പേര് വന്ന് ഇവിടെ നിൽപ്പുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ ഒരുപാട് പേര് കയറി വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഇല്ലിക്കൽ കല്ല്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയുള്ള സമയത്ത്, അത് ഒരുപാട് മഴയുള്ള സമയമല്ല, ചെറിയ മഴയുള്ള സമയത്ത് ഇവിടെ വന്ന് ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുള്ളതാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു 3 കല്ലുകൾ കൂടിയ ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒരുപോലെ നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. നല്ല അടിപൊളി സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. ഈ കാണുന്ന പാറക്കൂട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ കാണുന്ന കല്ല് സർപ്പാകൃതിയിൽ കാണപ്പെടുന്നത് പാറ കൂനൻ കല്ല് എന്നും അറിയപ്പെടുന്നു. കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് ഈ ഭാഗത്തിന് നല്ല സാദൃശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൊടൈക്കനാലിൽ വന്ന ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു കല്ല് കാണുമ്പോൾ നമുക്ക് തോന്നും. അതായത് ഈ ഇല്ലിക്കൽ കല്ല് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് തോന്നും. കാരണം അതേ ഒരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ശരിക്കും നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ ചെറിയ ഒരു കാറ്റും അതുപോലെ തന്നെ വെയിലും വന്നു കഴിയുമ്പോൾ നല്ലതുപോലെ വിസിബിലിറ്റി ആകുന്ന ആ ഒരു കണ്ടീഷൻ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളി കാറ്റാണ്. അതായത് കോടമഞ്ഞ് അടിച്ച് കയറി പോകുന്ന ആ ഒരു കാറ്റ് നല്ല സുഖമുള്ളൊരു അനുഭവമാണ്. നല്ല രസമുള്ള കാഴ്ചകളുമാണ് ഇവിടെ നിന്ന്. അതായത് നമ്മുടെ ഈ കല്ലിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല. അവിടെ ഇപ്പോഴും കോടമഞ്ഞ് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ സൈഡിൽ കംപ്ലീറ്റ് കോടമഞ്ഞ്. അപ്പുറ സൈഡാണ് വിസിബിലിറ്റി ഇപ്പോൾ ഓക്കെ ആയിരിക്കുന്നത്. ഈ സൈഡും ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ അത് നല്ലതുപോലെ സൂക്ഷിച്ച് ഇറങ്ങുക. കാരണം വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റെപ്സോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. മുകളിലേക്ക് കയറുന്നതും അതുപോലെ തന്നെ പാട് തന്നെയാണ്, പക്ഷേ ഇറങ്ങുന്നതാണ് ഇച്ചിരി കൂടെ റിസ്ക്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് തന്നെ ഇറങ്ങുക. നല്ല അടിപൊളി ഒരു ദിവസത്തെ എൻ്റെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയായിരുന്നു ഇവിടെ നിന്നുള്ള ആ ഒരു അനുഭവം എന്ന് പറഞ്ഞത്. ഇല്ലിക്കൽ കല്ല് സന്ദർശിക്കാൻ വരുന്നവർ ആരും നിരാശരാകേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. കാരണം അത്ര നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇല്ലിക്കൽ കല്ല്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക. ഇലവീഴ പൂഞ്ചിറ, അത് ഇവിടുന്ന് വെറും 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇലവീഴ പൂഞ്ചിറയും പിന്നെ അതുപോലെ തന്നെ കട്ടിക്കയം വെള്ളച്ചാട്ടം പിന്നെ ഈ ഇല്ലിക്കൽ കല്ല്, ഈ 3 ഭാഗങ്ങളും ഒരു ദിവസം തന്നെ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇലവീഴ പൂഞ്ചിറയുടെയും അതുപോലെ തന്നെ കട്ടിക്കയം വാട്ടർഫോൾസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക. നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് താഴേക്ക് ഇറങ്ങി നമുക്ക് വേണ്ടിയിട്ട് ജീപ്പ് അവിടെ വെയിറ്റിംഗ് ആണ്. ആ ജീപ്പിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 39 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ചാർജസ് ഈടാക്കുന്നത്. ഇത് ശരിക്കും ഓഫ് റോഡ് ഒരു റൈഡല്ല, ടാറിട്ട വഴിയാണ് മുകളിലേക്കുള്ളത്. എങ്കിൽ പോലും യാത്ര നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ വിസിബിലിറ്റി യാതൊരു രീതിയിലും ഉണ്ടായിരുന്നില്ല, കാരണം നല്ല കോടമഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് വലിയ കോടമഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മലനിരകളൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാം. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കാഴ്ച എന്ന് പറയുന്നത്. പ്രകൃതി ആസ്വദിക്കാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് നമുക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. നല്ലൊരു ദൃശ്യ വിരുന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ല്. ആരെങ്കിലും കാണാത്തവരുണ്ടായെങ്കിൽ നേരെ വണ്ടി എടുത്ത് ഒരു റൈഡ് ഇല്ലിക്കൽ കല്ലിലോട്ട് വെച്ച് പിടിച്ചോ. നല്ല അടിപൊളി സ്ഥലമാണ്. 100% ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും. കാരണം ഞാൻ അത്രമാത്രം എൻജോയ് ചെയ്തിട്ടാണ് ഇവിടുന്ന് തിരിച്ച് ഇറങ്ങുന്നത്. നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തി. നമ്മൾ തിരിച്ച് ഇവിടുന്ന് മലയിറങ്ങുകയാണ്. ആ പോകുന്ന വഴി നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് വളരെ സമൃദ്ധമാണ് ഈ വഴികൾ അത്രയും. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ എനിക്ക് നിർത്താതെ പോകാനായിട്ട് സാധിച്ചില്ല. കാരണം അത്ര മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കുക. മലമുകളിൽ വെള്ളപ്പാച്ചിൽ ഏത് സമയത്തും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും കാണുന്നവരെ ശുഭദിന ആശംസകൾ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റാണ്. ശരിക്കും കോട കയറി നിറഞ്ഞു. അതായത് നമ്മുടെ ഒരു ഊട്ടി കൊടൈക്കനാലിലൂടെയൊക്കെ പോകുന്ന ആ ഒരു ഫീല് തന്നെയാണ്. അടിപൊളി നല്ല സൂപ്പർ റൈഡായിരുന്നു.